അങ്ങനെ നോക്കിക്കോട്ടെ വെള്ളത്തിന്. ഇതിന് ഇങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അവസ്ഥ ഇതാണ്. ഇത് തട്ടുന്നതിന് മുമ്പ് നമ്മൾ എടുത്ത വെള്ളമുണ്ട് ഇവിടുത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്കിൽ മുകളിൽ ചിലപ്പോൾ നല്ല വെള്ളമായിരിക്കുള്ളൂ, ഇങ്ങനെ ഊറിക്കിടന്നിട്ട് അടിയിൽ ഭയങ്കര ചെളിയായിരിക്കും, അത്ര അയൺ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വെള്ളമാണ് നമുക്കിന്ന് ഫിൽറ്റർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാ, കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞ്. അപ്പോൾ നമ്മൾ ബൈപ്പാസ് ഇട്ടാണ് ചെയ്തിട്ടുള്ളത്. ബൈപ്പാസ് ആദ്യമേ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്ലംബിങ് ചെയ്ത സമയത്ത് തന്നെ ബൈപ്പാസ് ഇട്ടിട്ട് 2 പൈപ്പ് ഇട്ടിട്ട് പുറത്തേക്ക് ചാടിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വളരെ നല്ല ഉപകാരമായിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഇതിൻ്റെ ക്വാളിറ്റി. ഇപ്പോൾ ഇതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഡാമേജുകൾ നമ്മൾ തീർത്തേക്കണത്, അതായത് ഇതിൻ്റെ അയൺ കണ്ടൻറ്റ് മറ്റുള്ള ടർബിഡിറ്റിയും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇതേപോലെ വെള്ളം കിട്ടി. ഇനി ഇതിൻ്റെ TDS ഉണ്ട്, ഇതിൻ്റെ ഉയർന്ന നിലയിലുള്ള മിനറൽസൊക്കെ ഉണ്ട്, അതൊന്ന് കുറച്ചിട്ട് നല്ല രീതിക്ക് നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് പ്യൂരിഫയർ വെക്കേണ്ടി വരും കേട്ടോ.